ഈശ്വരഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ആത്മീയ വഴിയിൽ ചരിക്കുമ്പോൾ തിരുലിഖിതങ്ങളെ എങ്ങനെയാണ് നാം ഉപയോഗിക്കേണ്ടത്, എന്താണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം. പലപ്പോഴും വിശ്വാസത്തിന്റെ മേഖലയിൽ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ തെറ്റായിട്ട് പ്രയോഗിക്കപ്പെടുകയും യഥാർത്ഥ വിശ്വാസത്തിന്റെ ആന്തരികതയിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായി മാറുകയും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം ഉപയോഗിക്കുന്നു, വചനമല്ലേ ഉപയോഗിക്കുന്നത്, അതങ്ങനെ തെറ്റാവും എന്നാണ് സ്വാഭാവികമായി നമുക്ക് തോന്നുന്നത്. പ്രഘോഷണ രംഗത്തെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിനടുത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രഭാഷണത്തിനായിട്ട് പോകുന്നു. പ്രഘോഷണത്തിനായി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പറഞ്ഞിരുന്ന സമയത്ത് മറ്റൊരാൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സാധാരണഗതിയിൽ അത്തരം നടപടികൾ അന്ന് വളരെ ക്ഷോഭം ജനിപ്പിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എന്നെ വിളിച്ചവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. പക്ഷെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നയാൾ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സാമാന്യ മര്യാദ എന്ന നിലയ്ക്ക് ഞാൻ വേദി കയറി ഇരുന്നു. ഒരു സന്യാസിനിയാണ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വചനം പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. ദൈവവചനത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ചാണ് പ്രഘോഷണം. അവരുടെ വീട്ടിലെ തോപ്പിൽ തെങ്ങുകൾ കായ്ക്കാതിരുന്നപ്പോൾ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തെങ്ങിനോട് വചനം പറഞ്ഞു, തെങ്ങ് ഫലം പുറപ്പെടുവിച്ചു എന്നാണ് സാക്ഷ്യം. സാധാരണ ഒരു സ്വഭാവമുള്ളത് എന്തെങ്കിലും കേട്ടാൽ അപ്പൊ തന്നെ അതിന് മറുപടി പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറെയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. സംയമനം പാലിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായം അങ്ങനെയാണ് എന്ന് അംഗീകരിക്കാനും ഒക്കെ ഇപ്പോൾ കഴിയും. എന്നാൽ അന്ന് തുടർ പ്രസംഗം എന്റേതാണ്. അതുകൊണ്ട് ഞാൻ വേദി കയറിയിട്ട് ഈ പറഞ്ഞ പ്രസംഗത്തെയാണ് എന്റെ വിഷയമായിട്ടെടുത്തത്. തെങ്ങിനോട് വചനം പറഞ്ഞാൽ തെങ്ങ് ഫലം പുറപ്പെടുവിക്കുമോ? തോട്ടത്തിൽ വചനം കേൾപ്പിച്ചാൽ തോട്ടത്തിലെ സസ്യങ്ങൾ നന്നായി കായ്ക്കുമെന്ന് പറയുന്നത് ശരിയാണോ? തൊഴുത്തിൽ വചനം കേൾപ്പിച്ചാൽ പശുവിൽ നിന്ന് കൂടുതൽ പാല് ലഭിക്കുമോ? ഇത്തരം ധാരണകൾ വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ച അബദ്ധധാരണയാണ് എന്ന കാര്യം പറയേണ്ടി വന്നു. പ്രസംഗിച്ച വ്യക്തി തന്നെ ഇരിക്കുമ്പോൾ അയാളുടെ സാന്നിധ്യത്തിൽ അപ്രകാരം പറഞ്ഞ ഒരു കാര്യത്തെ വിമർശിച്ച് സംസാരിക്കുന്നത് ഒരു സാമാന്യ മര്യാദയ്ക്ക് ചേരുന്നതല്ല. എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഒരു അബദ്ധം വിശ്വസിക്കും. ദൈവവചനം മനുഷ്യന് നൽകപ്പെട്ടതാണ്. മനുഷ്യന് നൽകപ്പെട്ട വചനം സസ്യത്തോട് പറയുന്നത് മാന്യതയാണ്. സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉള്ളത് സാമാന്യ മനസ്സാണ്, സ്വാഭാവിക മനസ്സ്. ദൈവമാണ് അത് നിയന്ത്രിക്കുന്നത്. അവയ്ക്കൊന്നും സ്വന്തമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവില്ല. ദൈവവചനമാകട്ടെ സ്വതന്ത്ര മനസ്സുള്ള നമുക്ക് മാനസാന്തരത്തിനും ദൈവത്തിന്റെ പക്ഷത്തേക്ക് നടന്നെടുക്കാനുമുള്ള വഴിയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ചോദിക്കും, വിശുദ്ധ അന്തോനി പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാനായിട്ട് നദിയിൽ നിന്ന് മത്സ്യങ്ങൾ വന്നു എന്ന് കഥയുണ്ടല്ലോ. അതേപോലെ കഴുത ദിവ്യകാരുണ്യത്തെ കുമ്പിട്ട അനുഭവം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാഹചര്യത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചു പറയാൻ വേണ്ടി അത്തരം കഥകൾ വിശ്വാസത്തിനകത്ത് പലപ്പോഴും കടന്നുകൂടിയിട്ടുണ്ട്. വിശുദ്ധ അന്തോനി ദൈവവചനത്തെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് പറയാൻ, വചനത്തിൽ എത്രത്തോളം ആഴപ്പെട്ടയാളാണെന്ന് പറയാൻ, പ്രപഞ്ചം പോലും അത് കേട്ടു നിൽക്കുമെന്ന് പറയാൻ അത്തരമൊരു കഥ പ്രയോഗിക്കപ്പെടാം. ദിവ്യകാരുണ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ, മനുഷ്യർ കുമ്പിട്ട് വണങ്ങാത്തതിനെ വിമർശിക്കാൻ ഒരു കഴുത പോലും അങ്ങനെ കുമ്പിടുന്നു എന്ന കാര്യം അവതരിപ്പിക്കപ്പെടാം. അത്തരം അത്ഭുതങ്ങൾ സംഭവിക്കാം. എന്നാൽ വചനം നൽകപ്പെടുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം. ആത്മീയ പാഠങ്ങളിൽ നാം പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഒരു വചനം നൽകപ്പെടുന്നത് എന്തിനാണ്? വചനം നൽകപ്പെടുന്നത് സ്വതന്ത്ര മനസ്സുള്ള നമുക്ക് ദൈവബോധത്തിൽ വളരാൻ വേണ്ടിയാണ്. 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ എന്തിനാണ് വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ ശാസനത്തിനും തെറ്റുതിരുത്തലിനും പ്രബോധനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. നമുക്ക് നൽകപ്പെടുന്ന ഒരു ഉപകരണം
എന്തിനാണ് ഉപയോഗപ്പെടുന്നത് എന്ന് വ്യക്തമായി തിരിച്ചറിയുകയും അത് നൽകപ്പെട്ട ഉദ്ദേശത്തെ പ്രതി ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഫലപ്രാപ്തിയിലെത്തുക. അങ്ങനെയല്ലെങ്കിൽ തെറ്റായ പ്രയോഗം എന്നാണ് അതിന് പറയുക. നമ്മൾ സാധാരണഗതിയിൽ ഡീസൽ ഒഴിച്ച് ഓടിക്കുന്ന വണ്ടി ഡീസലേ ഉപയോഗിക്കും, അതിൽ പെട്രോൾ ഒഴിക്കില്ല. പെട്രോൾ ഒഴിക്കുന്ന വണ്ടിയിൽ ഡീസൽ ഒഴിച്ചാലും ആ വണ്ടിക്ക് അത് കേട് സംഭവിക്കാൻ കാരണമാവും. നമുക്ക് നൽകപ്പെട്ട വചനം പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനുമാണ് എന്ന കാര്യം നാം ഉറപ്പിക്കണം. ഇന്ന് ദൈവവചനത്തെ ഉപയോഗിക്കുന്നത് പലപ്പോഴും തെറ്റായ മാർഗത്തിലാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും വഴിയിലാണെങ്കിലും പലപ്പോഴും വചനത്തിന്റെ പോസ്റ്റുകൾ നമുക്ക് കാണാം. ആ വചനത്തിന്റെ പോസ്റ്റുകളൊക്കെ കാര്യസാധ്യങ്ങളെ ചൂണ്ടുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം നിറവേറാൻ വചനത്തിൽ വിശ്വസിച്ചാൽ നടക്കും എന്ന് പറയാൻ വേണ്ടിയായിട്ട് മാറും. ദൈവവചനമാകുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കാൻ വേണ്ടിയാണ് സുവിശേഷങ്ങളിൽ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത കാര്യങ്ങൾ നമ്മോട് വിവരിക്കുന്നത്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് യേശു കുരിശിൽ യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ തന്റെ പ്രവൃത്തികളുടെ എല്ലാം പൂർത്തീകരണമാകുന്നു. ഇപ്രകാരം മനുഷ്യനെ വിമോചിപ്പിക്കുന്നവനാണ് ക്രിസ്തു എന്ന ബോധ്യമാണ് ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാം തിരുവചനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് വചനമുണ്ട്. നമ്മൾ ആ വചനം എടുത്തിട്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവിന്റെ വാഗ്ദാനമാണല്ലോ, അപ്പൊ അത് നിറവേറും എന്ന് വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. അത്തരത്തിലുള്ള പ്രഘോഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യസാധ്യ പ്രാർത്ഥനകൾക്ക് ന്യായമായിട്ട് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. വാസ്തവത്തിൽ യേശു എന്തിനാണ് അങ്ങനെ സംസാരിച്ചത്, ആ സാഹചര്യം എന്താണ്, എന്ത് കാര്യം പറയാൻ വേണ്ടിയാണ് ക്രിസ്തു അങ്ങനെ പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു ആലോചനയുമില്ലാതെ ഒരു വചനം മാത്രം എടുത്തിട്ട് ആ വചനത്തെ ഉപയോഗിച്ച് അതാണ് വിശ്വാസത്തിന്റെ കേന്ദ്ര തത്വം എന്ന നിലയിൽ നമ്മൾ പ്രഘോഷിക്കുന്നതും സ്വീകരിക്കുന്നതും അബദ്ധമാണ്. യേശു എന്ത് പറയാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത്? അവിടെ നിന്ന് ജെറുസലേമിലേക്ക് പോവാണ്, പീഡകളുടെ നടുവിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിയിൽ ഈശോ ഒരു അത്തിമരം കാണുന്നു. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈ കാര്യമാണ് പറയുന്നത്. ഈ അത്തിമരം കാണുമ്പോൾ യേശുവിന് വിശന്നു. അങ്ങനെ യേശുവിന് വിശന്നപ്പോ ധാരാളം ഇലകൾ അത്തിമരത്തിലുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ യേശു അതിൽ പഴമുണ്ടാകുമെന്ന് കരുതി അവിടെ ചെന്നു. പഴമില്ലെന്ന് കണ്ടപ്പോൾ അത്തിവൃക്ഷത്തെ ശപിച്ചു. ഒരു സാധാരണ വായനയിൽ നമുക്ക് തോന്നാവുന്ന കാര്യം, യേശു ഫലം പ്രതീക്ഷിച്ചു, കിട്ടിയില്ല, അതുകൊണ്ട് യേശു ആ മരത്തെ ശപിച്ചു. ഇത് പറഞ്ഞിട്ട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ ദൈവം സമീപിക്കും, ഫലം ഉണ്ടോ എന്ന് നോക്കും, ഫലം കാണാതാവുമ്പോൾ ശപിക്കും. വാസ്തവത്തിൽ യേശു കാൽവരിയിലേക്കുള്ള യാത്രയിലാണ്, ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്, തന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് പോകുന്ന ക്രിസ്തു എന്തുകൊണ്ടാണ് ഈ അത്തിവൃക്ഷത്തെ ശപിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. യേശുവിന് വിശപ്പ് ഒരു പ്രലോഭനമാണ്. നമുക്ക് കാണാം വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ യേശുവിന് വിശക്കുന്നുണ്ട്. ഉപവാസത്തിന് ശേഷം വിശക്കാണ്. വിശപ്പ് ഒരു പ്രലോഭനമാണ്. യേശുവിന്റെ വിശപ്പ് ഒരു പ്രലോഭനമാണ്. കാരണം എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയും അവിടുത്തെ പ്രവൃത്തികൾ ചെയ്യുകയുമാണ് എന്റെ ഭക്ഷണം എന്ന് പറയുന്ന ഒരാൾ, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു. യേശുവിന്റെ വിശപ്പ് ഒരു പ്രലോഭനമാണ്. യേശു ഈ അത്തിമരത്തെ ശപിക്കാൻ കാരണം എന്താണ്? അത് അത്തിപ്പഴത്തിന്റെ കാലമല്ല എന്നാണ് വചനം പറയുക. അത്തിപ്പഴത്തിന്റെ കാലമല്ലാത്ത ഒരു നാളിൽ കാലത്തെയും ലോകത്തെയും യഥാർത്ഥത്തിൽ അറിയാവുന്ന ഒരാൾ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം കാണാതിരിക്കുമ്പോൾ അതിനെ ശപിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് ഒരു അബദ്ധമായിട്ട് മാറും. വാസ്തവത്തിൽ യേശു ഈ അത്തിമരം കാണുമ്പോൾ കാണുന്നത്, ഈ വിശപ്പിന്റെ പ്രലോഭനത്തിലൂടെ കാണുന്നത് പറുദീസയിലെ വൃക്ഷമാണ്. അങ്ങനെ പറുദീസയിലെ വൃക്ഷം കാണുമ്പോൾ യേശു പറയുകയാണ്, ഇനി
ഈ മരത്തിൽ നിന്ന് ആരും ഒന്നും ഭക്ഷിക്കാതിരിക്കട്ടെ. പറുദീസയിലെ വൃക്ഷത്തെയാണ് പറയുന്നത്. ഇനി യേശു കാൽവരിയിലേക്ക് പോയി ജീവാർപ്പണം നടത്തി കഴിയുമ്പോൾ ജീവന്റെ വൃക്ഷത്തിൽ ജീവന്റെ കനിയായ ക്രിസ്തു തന്നെ നൽകപ്പെടുന്നു. ഇങ്ങനെ സമ്പൂർണാർത്ഥത്തിൽ വചനത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാനിടയുണ്ട്. ഇനി മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തുടർഭാഗത്ത് 2 വചനം കൂടിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിരോധമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം. ക്ഷമിച്ചാലേ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പൊ എന്തു പറയാൻ വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചാലെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ഷമിക്കുക എന്ന കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലരഹിതമാകും എന്ന് പറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ലഭിക്കുമെന്ന് പറയാനായിട്ട് അവിടെ നീ വചനം ഉപയോഗിക്കുന്നത്. മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ലഭിക്കും എന്ന കാര്യത്തെ സംബന്ധിച്ച് വചനം ഒരു കാര്യം അതിനു മുമ്പ് പറയുന്നുണ്ട്. വിശ്വാസത്തോടെ നീ പറയുമ്പോൾ സംഭവിക്കും. വിശ്വാസത്തോടെ പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? വിശ്വാസത്തോടെ പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമ്മുടെ ക്ഷമയാണ്. നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കാൻ കഴിയാതെ പോകുന്ന പിഴവിന് കാരണമാകുന്നത് ക്ഷമയില്ലായ്മയാണ്. ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് പറയാൻ വേണ്ടി ലൂക്കാ സുവിശേഷത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഈ സിക്കമൻ വൃക്ഷത്തോട് ഇവിടെ നിന്ന് കടപുഴുകി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അത് പറഞ്ഞ സാഹചര്യം ഏതാ? അത് പറഞ്ഞത് യേശു ആദ്യം പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ തെറ്റ് ചെയ്തിട്ട് ക്ഷമ യാചിച്ചാൽ ക്ഷമിക്കണം. 70 പ്രാവശ്യം ക്ഷമിക്കണം. ഉടനെ ശിഷ്യന്മാർ ലൂക്കാസ് സുവിശേഷം 17:5 യേശുവിനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത് പറയുമ്പോഴാണ് യേശു പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചാൽ, ഒരു കടുകുമണിയോളം വിശ്വസിച്ചാൽ ഈ സിക്കമിൻ വൃക്ഷം ഇവിടെ വന്ന് കടലിൽ പോയി പതിക്കും. പിന്നെ അല്ലേ ക്ഷമിക്കാൻ കഴിയാതെ പോകുന്നത് എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ പറഞ്ഞ വചനത്തിന്റെ സമ്പൂർണാർത്ഥം ഗ്രഹിക്കാതെ അതിന്റെ കേവലമായ വാചികാർത്ഥം എടുക്കുകയും ഒരു വചനം മാത്രം എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്ന പതിവ് വചനപ്രയോഗത്തിൽ ഒരു അബദ്ധമാണെന്നും അത് തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും അറിയണം. സ്വാഭാവികമായി വചനപ്രഘോഷണം ഏറിയപ്പോൾ വചനപ്രഘോഷണ മേഖലയിൽ വരുന്ന ആളുകൾ ഇത്തരത്തിൽ വചനങ്ങളെ അടർത്തിയെടുത്ത് അത് പ്രയോഗിച്ച് തങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. നമുക്കറിയാം, വചനം കേൾക്കാനായിട്ട് ആളുകൾ പോകുന്നത് വചനദാഹത്താലല്ല, ശാസനത്തിനും തെറ്റിതിരുത്തലിനും പ്രബോധനത്തിനും രീതിയിലുള്ള പരിശീലനത്തിനും ഉതകും, അതുകൊണ്ട് ഒന്നത് അറിയണം എന്ന് വിചാരിച്ചിട്ടല്ല. മഹാഭൂരിപക്ഷവും പോകുന്നത് എവിടെ സൗഖ്യം കിട്ടുന്നുണ്ട്, അത്ഭുതം നടക്കുന്നുണ്ട്, എവിടെ പോയാൽ കാര്യം സാധിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഈ വേദികളിൽ മുഴങ്ങുമ്പോൾ വിശ്വാസമല്ല യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നത്, അന്ധവിശ്വാസം. ഒരു കാലത്ത് പ്രചാരത്തിലിരുന്ന വചനപ്പെട്ടികൾ ഓർമ്മയുണ്ട്. വചനപ്പെട്ടിയിൽ കുറെ സുഖിപ്പിക്കുന്ന വചനങ്ങൾ അവിടെ നിന്ന് കടർത്തിയെടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വചനം എടുത്ത് നോക്കും. നീ പോകുന്ന വഴിയിൽ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓ, രക്ഷപ്പെട്ടു, കർത്താവുണ്ട്. ഇങ്ങനെ തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്നത് പോലെ വചനം എടുക്കുന്നത് അബദ്ധമാണ്. ഇപ്പോഴും അത് ഉപയോഗിക്കുന്നവരുണ്ട്. വചനം നമ്മുടെ അകത്തായി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഈ പരമാർത്ഥത്തെ വിസ്മരിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ വഴി നമുക്ക് കൈവന്ന ദൈവൈക്യത്തെ മറക്കുകയും ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ വചനത്തെ പ്രയോഗിക്കുന്നത്. വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ ആ വിശുദ്ധ ലിഖിതം നമ്മളെ പ്രബോധിപ്പിക്കണം, നമ്മുടെ തെറ്റുതിരുത്തണം, നമ്മളെ ശാസിക്കണം, നീതിയുള്ള പരിശീലനത്തിന് ശക്തി നൽകണം. ആത്മീയത യഥാർത്ഥത്തിൽ ഇപ്രകാരം മാനുഷികതയെ ദൈവോന്മുഖമാക്കി നയിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. ക്രിസ്തുവിനുള്ള വാസം തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ് ദൈവവചനം നമുക്ക് ഉപകരിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും അത് തെറ്റായിട്ട് പ്രയോഗിക്കപ്പെടുന്നു. നമ്മളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേട്ട് പഴകിയത് ഈ ചോദിച്ചാലെല്ലാം നൽകുന്നവനാണ് ദൈവം എന്നൊരു കാര്യമായതുകൊണ്ട് നമുക്കതത്ര പെട്ടെന്ന് ദഹിക്കുമെന്ന് തോന്നുന്നില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 13-14 തിരുവചനം പറഞ്ഞിട്ടാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ആവശ്യപ്പെടുന്നതെന്തും പുത്രനിൽ അവിടുന്ന് മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്തു തരും
നിങ്ങൾ എന്നോട് എന്താവശ്യപ്പെട്ടാലും ഞാനത് ചെയ്തു തരും എന്ന വചനമുള്ളത്. ഈ വചനം മാത്രം എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, ചോദിക്കുന്നത് നൽകും, പിതാവ് മഹത്വപ്പെടാൻ വേണ്ടി പുത്രൻ അതെല്ലാം ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് വാഗ്ദാനമുള്ളതാണല്ലോ. വിശുദ്ധ ഗ്രന്ഥം ഒരു വാഗ്ദാനം നിറവേറിയ കാര്യമാണ്. ഒരു വാഗ്ദാനം ശേഷിപ്പിക്കുകയല്ല ചെയ്യുന്നത്. യേശു പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ പറയുന്നത് പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, വാഗ്ദാനം ഞാൻ നിറവേറ്റും. അത് നിറവേറ്റി. പന്തക്കുസ്തയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടതിലൂടെ, നാം ഇന്ന് മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ ഈ വാഗ്ദാനം നിറവേറപ്പെട്ടു. അങ്ങനെ നിറവേറപ്പെട്ട വാഗ്ദാനത്തെ നാം വീണ്ടും ചോദിക്കുന്നതിനകത്ത് അർത്ഥമുള്ളത്. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന പ്രാർത്ഥന പറയുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ആത്മാവിനെ നമുക്ക് നൽകിയതാണ്. നമ്മൾ വീണ്ടും വീണ്ടും ഈ ആത്മാവിനെ നൽകണമെന്ന് പറയുമ്പോൾ അളവില്ലാതെ അവിടെ നിന്ന് നമ്മുടെ മേൽ വർഷിക്കും എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. പക്ഷേ ഈ അളവില്ലാതെ വർഷിക്കുന്ന ആത്മാവിന്റെ കൃപയ്ക്ക് കീഴിലാണ് നമ്മൾ എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു പോകും. യഥാർത്ഥത്തിൽ ആത്മാവിന് നൽകണമേ എന്ന പ്രാർത്ഥന പോലും ഉണ്ടാകുന്ന എന്തിനാ? നമുക്ക് ഈ ദാഹം, ദൈവത്തോടുള്ള ദാഹം പറയാൻ വേണ്ടിയാണ്. അത് മാറിയിട്ടാണ് നിങ്ങൾ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ പിതാവ് എന്നിൽ മഹത്വപ്പെടാൻ വേണ്ടി പുത്രൻ അത് ചെയ്തു തരും എന്ന് ഈശോ പറയുന്നു. ഇനി അത് പറയുന്ന സാഹചര്യം എന്താ? താൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടുന്ന് ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ആകുലരാകേണ്ട, അസ്വസ്ഥരാകേണ്ട, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ പോകുന്നത് നിങ്ങൾക്ക് അവിടെ വാസസ്ഥലം ഒരുക്കാനാണ്. അങ്ങനെ പറഞ്ഞു വരുന്ന സംഭാഷണത്തിൽ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് പറയുന്ന സമയത്ത് യേശു ഞാനും പിതാവും ഒന്നാണെന്ന് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാനും പിതാവും ഒന്നാണെന്ന് പറയാൻ വേണ്ടി ഈ കാര്യം പറയുന്നു. പരിശുദ്ധാത്മാവാണ് നിരന്തരം നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നത്. ഈ ആത്മാവിന്റെ കൃപയിൽ നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പകരം വചനത്തെ അടർത്തിയെടുത്ത് നീ ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, അത് നിറവേറ്റി തരണമേ എന്ന് പറയുന്നത് മഹാ അബദ്ധമാണ്. നമ്മൾ പലപ്പോഴും വചനത്തെ ഇങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് അടർത്തി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നത് ദേവാലയ നിർമ്മാണത്തിനുള്ള പ്രാർത്ഥനയാണ്. സമീപത്തുള്ളൊരു ദേവാലയമാണ്. കുർബാനയ്ക്ക് ചെന്നു. കുർബാന കഴിഞ്ഞപ്പോൾ ദേവാലയ നിർമ്മാണത്തിനുള്ള പ്രാർത്ഥന ആരംഭിക്കുക. സാമാന്യഗതിയിൽ നമ്മളവിടെ കുർബാനയ്ക്ക് ചെന്നു, ആ സമൂഹത്തോടൊപ്പം ചേർന്ന് ബലിയർപ്പിച്ചു. ബലിയർപ്പണം കഴിഞ്ഞ് അവരൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകുന്ന ഒരു മര്യാദയല്ലല്ലോ എന്ന് കരുതി അവിടെ മുട്ടുകുത്തി. വാസ്തവത്തിൽ ദേവാലയങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനെ കുറിച്ചും ദേവാലയങ്ങൾ ഇങ്ങനെ അത്യാഡംബരപൂർവ്വമായി നിർമ്മിക്കുന്നതിനെ കുറിച്ചും ഒന്നും താല്പര്യമുള്ള ആളല്ല ഞാൻ. കാരണം നമ്മുടെ ചുറ്റുപാട് കിടക്കാനിടമില്ലാത്ത മനുഷ്യർ വർദ്ധിച്ചു വരുമ്പോൾ ഇത്തരം രമ്യഹർമ്മ്യങ്ങൾ ദൈവത്തിന്റെ പേരിൽ പണിത് ഉയർത്തുന്നത് ദൈവത്തെ ആക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ്. കാരണം ദൈവത്തിന്റെ ആലയം നമ്മളാണ് എന്ന് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സ്ഥലം വേണ്ടേ? വേണം. പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സ്ഥലം വേണമെന്ന് പറയുമ്പോൾ നാം ഓർക്കണം, മനുഷ്യന് കിടക്കാനും ഉറങ്ങാനും സ്ഥലം വേണം. നമ്മളത് ചിന്തിക്കുന്നില്ല. മറ്റുള്ളവർക്കാണ് ഈ അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. കിടക്കാനിടമില്ലാത്തവന് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിന് ആരാധനയായി മാറുന്നത് എന്ന കാര്യം നമ്മൾ വിട്ടുകളയുന്നു. ആരാധനയുടെ ആന്തരിക തത്വം വിട്ടിട്ടാണ് നമ്മൾ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് അത് താല്പര്യമില്ലാത്ത കാര്യമാണ്. എങ്കിലും അവരോടുള്ള ഒരു സമഭാവം പുലർത്താൻ വേണ്ടി അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് നിന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്: ദാവീദിനോട് ആരെനിക്ക് ആലയം പണിയും എന്ന് ചോദിച്ച കർത്താവേ, ഈ ആലയ നിർമ്മാണത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ആരെനിക്കായി ആലയം പണിയണമെന്ന് ആരാ ചോദിച്ചത്? ദൈവം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ദാവീദ് ദൈവത്തിനൊരു ആലയം പണിയാൻ ആഗ്രഹിക്കുന്നു. എന്താ കാര്യം? ഇന്ന് നമ്മുടെ മുതലാളിമാർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മൾ വലിയ വീടുകളിൽ താമസിക്കുമ്പോൾ ദൈവം ഇത്ര ചെറിയ വീട്ടിൽ താമസിച്ചാൽ ശരിയാവുമോ? അതുകൊണ്ട് നമ്മുടെ ദൈവമാകുമ്പോൾ നമ്മുടെ ഒരു മഹത്വത്തിനനുസരിച്ച്, പ്രൗഢിക്കനുസരിച്ച് ദൈവവും ജീവിക്കണ്ടേ? അങ്ങനെ അഖിലേശ്വരനായ ദൈവത്തിന് ഒരു വീട് പണിത് കൊടുക്കും. നമ്മൾ എങ്ങനെയാണ്? നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് യോജിച്ച വിധത്തിലുള്ള ദൈവമാണ്. നമുക്കല്ലെങ്കിലും പരമദരിദ്രനായി തലചായ്ക്കാനിടമില്ലാതെ എല്ലാവരാലും ഒറ്റപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് കുരിശിൽ മരിച്ച കർത്താവിനല്ലല്ലോ താല്പര്യം. നമുക്ക് രാജാതിരാജനായ ഒരു ദൈവത്തെയാണ് താല്പര്യം. കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും നമ്മുടെ കാര്യം നടത്തി തരാനും പറ്റിയ ഒരാൾ, ബലവാനായ ഒരാൾ. ആർദ്രഹൃദയമുള്ളൊരു ദൈവത്തെ നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ശൗര്യമുള്ള, ശാഠ്യമുള്ള,
ബലവത്തായ ഒരു ദൈവത്തെയാണ്. ക്രിസ്തുവിൽ വെളിപ്പെട്ടത് തകർന്നു പോകുന്ന, എല്ലാവർക്കും വേണ്ടി മുറിവേൽക്കുന്ന, ഭക്ഷണമായി മാറുന്ന സ്നേഹിതനായ ഒരു ദൈവമാണ്. അപ്പൊ അവിടെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ പറഞ്ഞ വചനം യഥാർത്ഥത്തിലുള്ള വചനമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ട 2 സാമുവേൽ 7:5 ആരെനിക്ക് ആലയം നിർമ്മിക്കും, നീ എനിക്കൊരു ആലയം നിർമ്മിക്കുമോ എന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. ചോദിക്കാനുള്ള സാഹചര്യം എന്താ? ദാവീദ് രാജകൊട്ടാരത്തിൽ താമസിക്കുന്നു, ദൈവമാകട്ടെ കൂടാരത്തിലും. അങ്ങനെ സർവശക്തനായ ദൈവം, ദാവീദിന്റെ ദൈവം, ദാവീദ് അങ്ങനെയാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, നമ്മുടെ ദൈവം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവമാണോ ദൈവത്തിന്റെ നമ്മളാണോ? ദൈവത്തിന്റെ നമ്മളാ, പക്ഷെ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൈവം. അപ്പൊ എന്റെ ദൈവം ചെറുതായി പോകരുത്. ചെറുതായാൽ അതിന്റെ പേര് ദോഷം ആർക്കാ? എനിക്കാ. ആ നിലയ്ക്കാണ് ദാവീദ് ആലയം പണിയാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുന്നത്, നീ എനിക്കൊരു ആലയം നിർമ്മിക്കുമോ? ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം, ആരെനിക്ക് ആലയം നിർമ്മിക്കും? യെശയ്യാ പ്രവാചനം 66:1 അത് പറയുന്നുണ്ട്. ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം, ആരെനിക്ക് ആലയം പണിയും? അതുകൊണ്ടാണ് ജെറുസലേം ദേവാലയം തകരുമെന്നും നിങ്ങൾ ഈ ആലയം തകർത്താൽ 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും എന്ന് യേശു പറയുന്നത്. അത് യേശുവാകുന്ന ആലയത്തെക്കുറിച്ചാണ്. ആ യേശുവാകുന്ന ആലയം നമ്മിൽ വസിക്കുന്നു, നാം ഓരോരുത്തരും ദേവാലയമാണ്. പക്ഷെ ദേവാലയമാണെന്നത് മറന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രാർത്ഥനകളിലേക്ക് പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവവചനത്തെ ഇപ്രകാരം തെറ്റായിട്ട് ഉപയോഗിക്കുന്ന രീതി നമ്മിലുണ്ടെങ്കിൽ തിരുത്താൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ കേവല കാര്യസാധ്യങ്ങളെ അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചത്തിന്റെ ആവശ്യങ്ങളെ, അധ്വാനത്തെയും പ്രവൃത്തിയെയും എല്ലാം ദൈവബോധത്തിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാം ദൈവദാനമാണ്, അതുകൊണ്ട് ഇത് എന്റേതല്ല, ഇതെല്ലാവർക്കും വേണ്ടി ഉള്ളതാണെന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷേ വാസ്തവത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ കാര്യങ്ങൾ നേടാനുള്ള കുറുക്ക് വഴിയായി ദൈവത്തെ ഉപയോഗിക്കുന്ന രീതിയാണ്, വചനത്തെ ഉപയോഗിക്കുന്ന രീതിയാണ്. വചനത്തെ സമഗ്രാർത്ഥത്തിൽ കാണാൻ പറ്റണം, വചനത്തെ സമ്പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റണം. വചനത്തെ മാത്രമല്ല, സഭയിൽ നിന്ന് നമുക്ക് നൽകപ്പെടുന്ന ആശീർവാദങ്ങളെയും കൗതാശിക അർപ്പണങ്ങളെയും ഒക്കെ കാര്യസാധ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന പ്രവൃത്തികൾ നിരന്തരമായിട്ട് നമുക്ക് കാണാം. സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കാര്യം, കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നുണ്ടല്ലോ, കുറെ കാര്യങ്ങൾ ലോകത്തല്ലാതെയും നടക്കുന്നില്ലേ? കുറെ കാര്യങ്ങൾ അല്ലാതെയും നടക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തേടുന്ന മനസ്സ് ജീവിതത്തിൽ എപ്പോഴും അത്ഭുതം കാണും. ഇപ്പൊ ലോട്ടറി ടിക്കറ്റിന്റെ കാര്യം ആലോചിച്ചാൽ മതി. ലോട്ടറി അടിക്കുന്ന വളരെ കുറച്ച് പേർക്കാണ്, പക്ഷെ എടുക്കുന്ന എല്ലാവരും. മഹാഭൂരിപക്ഷം ലോട്ടറി എടുക്കുന്നു, അടിക്കുന്നില്ലെങ്കിലും എടുക്കുന്നു, കുറച്ച് പേർക്ക് അടിക്കുന്നുള്ളൂ. അപ്പോ എപ്പോഴും ഈ സാധ്യതകളുണ്ട്, 50-50 ചാൻസ് ഉണ്ട്. ആ ചാൻസിൽ എന്തെങ്കിലും നടന്നു കഴിയുമ്പോൾ അത് നമ്മൾ ഉയർത്തിപ്പിടിക്കും. കണ്ടോ, പ്രാർത്ഥിച്ചപ്പോൾ നടന്ന. പ്രാർത്ഥിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒന്നുകിൽ വിശ്വാസക്കുറവ് കൊണ്ടാണ് നടക്കാതിരുന്നത്, അതല്ലെങ്കിൽ ദൈവം അനുവദിച്ച സമയമായിട്ടില്ലെന്ന് പറയും. അപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ പല ന്യായങ്ങളും അതിന് പറയും. പണ്ടൊരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേൽക്കൂര ഇടിഞ്ഞു വീണു, മോന്തായി ഇടിഞ്ഞു വീണു. അയാൾക്ക് ഓടി മാറാൻ സമയം കിട്ടിയില്ല, അയാളുടെ ദേഹത്ത് വീണു. വീണില്ലായിരുന്നെങ്കിൽ പറയും മോന്തായം വീണു എങ്കിലും ദൈവം രക്ഷിച്ചു, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറയും. മോന്തായം വീണ് അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും പറ്റിയെന്ന് പറയും ഭാഗ്യം, ദൈവം കാത്തുകൊണ്ട് ഇത്ര സംഭവിച്ചു. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ ഇങ്ങനെ നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കാൻ വിശ്വാസമല്ല പ്രേരകമാകുന്നത്, അന്ധവിശ്വാസമാണ്. നമ്മുടെ ഏത് അവസ്ഥയിലും കൂടെയുള്ള എല്ലാ അവസ്ഥകളെയും ഉദ്ധാന മഹത്വത്തിൻ്റെതായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ആന്തരിക ഭാവം വളർത്തുകയാണ് യഥാർത്ഥത്തിൽ ആവശ്യം. ജീവിതത്തിൽ സംഭവിക്കുന്ന ഗുണകരവും ദോഷകരവുമായ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നത് അവയിലൊക്കെ ദൈവഹിതം മനസ്സിലാക്കാൻ ഉതകും വിധം നമ്മുടെ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് കുറെ പേരുടെ കാര്യം സാധിക്കുന്നുണ്ട്. ഈ കാര്യസാധ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ രസമാണ്. ഞാനതിന് ഒരു ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം രസകരമായ സാക്ഷ്യമാണ്. എനിക്ക് മുട്ടക്കോഴിയുടെ ബിസിനസ് ആയിരുന്നു. 500 കോഴി ഉണ്ടായിരുന്നു.
കോഴി അമ്മ മരിച്ച്, ഞാനും അമ്മയും കൂടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞ് എനിക്കത് നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായി. 250 കോഴിയെ ഒരാൾക്ക് കൊടുത്തു. ബാക്കി 250 കോഴി കിടക്കുക. ആ 250 കോഴി ആദ്യം കൊടുത്തത് നല്ല മുട്ടയിടുന്ന കോഴിയായിരുന്നു. ബാക്കി കോഴിക്ക് മുട്ട കുറവുമായിരുന്നു. ഒരുപാട് പേരോട് ചോദിച്ചു, ഇറച്ചിക്കടയിലും കോഴിക്കടയിലും എല്ലാം ചോദിച്ചു, ആർക്കും വേണ്ട. കാരണം പോകാൻ ഭയങ്കര മടുപ്പാണ്, ബിസിനസ് ഭയങ്കര ഡള്ളാണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ കോഴിക്കൂടിന്റെ അടിയിൽ കൊണ്ട് നേർച്ച വസ്തുവായ ഉപ്പിട്ട് ഒരാഴ്ച വിശ്വാസ പ്രമാണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചെല്ലി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കോഴിക്കടക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 5 കോഴിയെ കൊണ്ട് തരാൻ പറഞ്ഞു. ഞാൻ 5 കോഴിയെ കൊണ്ട് കൊടുത്തു. അയാൾ പറഞ്ഞു, ഇതിപ്പോ 2 ആഴ്ച കഴിയും തീരണമെങ്കിൽ, വേണമെങ്കിൽ ഞാൻ വിളിക്കാൻ കേട്ടോന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞില്ല, അയാൾ 15 കോഴിക്ക് വിളിച്ചു. 10 ദിവസം കൊണ്ട് എന്റെ 250 കോഴിയെയും അയാൾ എടുത്തു. ഭയങ്കര ഒരു അത്ഭുതം. കാരണം അയാൾക്ക് കോഴി വേണ്ടെന്ന് പറഞ്ഞതാ. അമ്മ എന്നെ അങ്ങനെ അനുഗ്രഹിച്ചു. അത് ഞാൻ 1000 നന്ദി പറയുന്നു. കേട്ടല്ലോ, ഒരു അത്ഭുതം നടന്നതാണ്. 500 കോഴി ഉണ്ടായിരുന്നു, അമ്മ മരിച്ചുപോയി. അപ്പോ അതിനെ വളർത്താൻ പറ്റിയില്ല. മുട്ടക്കോഴിയാണ്. അതിൽ മുട്ടയിടുന്ന നല്ല കോഴികൾ ആദ്യം വിറ്റു. പിന്നെ മുട്ടയിടാത്ത അല്ലെങ്കിൽ അത്രയും മുട്ട ലഭിക്കാത്ത കോഴികളാണ് ബാക്കിയുള്ളത്. അതിനെങ്ങനെയും വിൽക്കണമെന്ന് വിചാരിച്ചു, നടന്നില്ല. കോഴിക്ക് മാർക്കറ്റിൽ തീരെ കച്ചവടമില്ല, അതുകൊണ്ട് കോഴിയെ വിൽക്കാൻ സാധിക്കുന്നില്ല. ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ആശീർവദിച്ച ഉപ്പ് കോഴിക്കൂടിന്റെ അടിയിൽ കൊണ്ടിട്ടു. കോഴിക്കൂടിന്റെ അടിയിൽ എന്താ സാധാരണ ഉണ്ടാവുക? കോഴി കാഷ്ടിച്ചിടും. അപ്പൊ കോഴിക്കാഷ്ടത്തിലേക്ക് വിശുദ്ധ ഉപ്പ്, ആശീർവദിക്കപ്പെട്ട ഉപ്പിട്ടു. അങ്ങനെ ഉപ്പിട്ടപ്പോ ആ ഉപ്പ് പ്രവർത്തിച്ചു. അതിന് മാതാവിന് നന്ദി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ഹീനമായും അബദ്ധമായിട്ടുമാണ് വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നത്. ഇതിങ്ങനെ കാറ്റുപോലെ പറന്നുകൊണ്ടിരിക്കുകയാണ്. വിസ കൗൺസിലേറ്റിൽ ചെന്നപ്പോ വിസ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അവിടെ നിലത്ത് അല്പം ഉപ്പിട്ടു, അപ്പൊ തന്നെ വിസ ശരിയായി. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉപ്പ് കലക്കി കുടിച്ചു, അപ്പോൾ ശരിയായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആശീർവാദങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മാമോദീസ ഉണർത്തുന്ന കാര്യമാണ്. കൗദാശിക കൽപ്പമാണ് ഓരോ ആശീർവാദത്തിലും. നേർച്ച വസ്തു എന്നാണ് ഈ പറഞ്ഞയാൾ പറയുന്നത്. അത്രത്തോളം പോലും എന്താണ് ആശീർവദിച്ച ഉപ്പെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ആശീർവാദം എന്താണെന്ന് തിരിച്ചറിയില്ല. ഇങ്ങനെ അറിവില്ലാത്തവരെ പറ്റിച്ച് കീശ വീർപ്പിക്കുന്ന ആളുകൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ധ്യാനകേന്ദ്രത്തിന്റെ പരസ്യമാണ്. ഇത്തരം പരസ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരവധിയായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നു. ഈ പ്രചാരവേല ആളുകളുടെ വ്യാമോഹത്തെ ഉണർത്തുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, കഷ്ടപ്പാടും വേദനയൊക്കെ വന്നിരിക്കുന്ന സമയത്ത്, എല്ലാ മാർഗങ്ങളും അടഞ്ഞു വന്നു പോകുന്ന സമയത്ത് ദൈവസന്നിധിയിൽ എളിമയോടെ ഇരിക്കേണ്ടതിന് പകരം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഓടിപ്പോകും. എന്നിട്ട് കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കാര്യം നേടാനുള്ള പ്രവൃത്തിയായി തെറ്റിദ്ധരിക്കുന്നു. ആ തെറ്റിദ്ധാരണയ്ക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി വിശുദ്ധ മർക്കോസ് സുവിശേഷം 11:24 ഉപയോഗിക്കുന്നു. യോഹന്നാൻ 14:13-14 വചനം ഉപയോഗിക്കുന്നു. ഈ വചനമൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വ്യാമോഹത്തെ വർദ്ധിപ്പിക്കുക. വ്യാമോഹമല്ല വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത്. വിശ്വാസം സ്ഥിരതയിലേക്കാണ് നയിക്കേണ്ടത്, ദൈവാശ്രയ ബോധത്തിലേക്കാണ്. നമുക്ക് ഈ ഭൂമിയിൽ നൽകപ്പെട്ട അവസരങ്ങളൊക്കെ പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേട്ടവും കോട്ടവും ഉണ്ടാകും. ജീവിതം അങ്ങനെയാണ്. ആ നേട്ടകോട്ടങ്ങൾക്കിടയ്ക്ക് ദൈവികമായ അനുഭവത്തിലേക്കും സ്ഥിരതയിലേക്കും സ്വസ്ഥതയിലേക്കും ഹൃദയം ഉയരുമെങ്കിൽ, ഭൗതിക മാറ്റങ്ങളെക്കുറിച്ച് പരിതാപമില്ലാതെ വിശ്വാസത്തിന് വഴിയെ ചരിക്കാൻ കഴിയുമെങ്കിൽ, അതാണ് ആത്മീയത. ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് ആത്മീയതയാണ് തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദോഷമൊന്നും ചെയ്യുന്നില്ലല്ലോ, കുമ്പസാരിച്ചല്ലോ. ആര് പറഞ്ഞനുസരിച്ച്? ധ്യാനകേന്ദ്രം പറഞ്ഞനുസരിച്ച്. ധ്യാനകേന്ദ്രത്തിൽ ഓരോ കാര്യം നടക്കാൻ വേണ്ടിയുള്ള ഉപാധികൾ പറയും, അതിലൊന്നാണ് കുമ്പസാരം. അതുകൊണ്ട് കുമ്പസാരിച്ചു. കുമ്പസാരം അങ്ങനെ ഉണ്ടാവുന്ന കാര്യമാണോ? കുമ്പസാരം എങ്ങനെ ഉണ്ടാവണതാ? എനിക്ക് ഞാൻ പെശകായിപ്പോയെന്നും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് കുമ്പസാരം, ഏറ്റുപറച്ചിൽ. അങ്ങനെ നമ്മൾ ഏറ്റുപറയാൻ വേണ്ടി വിശുദ്ധീകരണത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മാമോദീസയിലൂടെ നൽകപ്പെട്ട ഈ ആത്മാവിന്റെ പ്രവൃത്തിയാൽ നമ്മുടെ ആന്തരിക മേഖലയിൽ ആത്മാവ് പ്രവർത്തിക്കുകയും നമ്മുടെ മനസ്സിൽ പ്രചോദനം നൽകുകയും നമുക്ക് പറ്റിപ്പോയ പിഴവുകൾ കാട്ടിത്തരികയും ചെയ്യുമ്പോൾ നമ്മൾ ഹൃദയം തകർന്ന് അനുതാപത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുമ്പസാരം. ഞങ്ങൾ വചനം വായിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പത്രം പലയിടത്തും കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ആളുകളെ സഹായിക്കുന്നുണ്ട്.
ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഇതൊക്കെ ചെയ്താൽ 6 നിയോഗങ്ങൾ സാധിക്കും. അപ്പൊ 6 നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? കുമ്പസാരം വാസ്തവികമാണോ? അല്ല, അവാസ്തവിക കുമ്പസാരമാണ്. വചനം വായിക്കുന്നത് അത് എന്നെ പഠിപ്പിക്കും, എന്നെ ശാസിക്കും, താക്കീത് ചെയ്യും, എന്നെ നീതിയിൽ നടക്കാൻ പരിശീലിപ്പിക്കും, ഇത് പ്രബോധനമാണെന്ന നിലയ്ക്കാണോ? അല്ല. ഇത് വായിച്ചാൽ ഒരധ്യായം വായിക്കണമെന്ന് പറഞ്ഞേക്കണേ, അതുകൊണ്ട് ഒരധ്യായം വായിക്കുന്നു, ഒരധ്യായം വായിച്ചാൽ കാര്യം നടക്കും, ഒരധ്യായം വായിച്ചാൽ കാര്യം നടക്കും. അകത്തെന്തായിരിക്കും കയറുക? ഒരധ്യായം വായിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാനാണോ മനസ്സ് വിചാരിക്കുക? കാര്യം നടക്കുന്ന ചിന്തയാണ് ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെയെല്ലാം കേവലാചാരമാക്കി അനുഷ്ഠാനത്തിനകത്ത് തളച്ചിടുകയും അങ്ങനെ വിശ്വാസത്തിന്റെ യഥാർത്ഥമായ ഉറവയെ വറ്റിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത്തരത്തിലെല്ലാം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധിയായിട്ട് പ്രചാരവേലകൾ വരികയാണ്. ഈ വചനം എഴുതിയ ഒരു പോസ്റ്റ് വരുന്നു, അതിന്റെ അടിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഒരു ആമേൻ പറയൂ, നിങ്ങളുടെ ഏത് കാര്യവും നടക്കും എന്ന നിലയ്ക്ക് പറയാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ചാൽ അത് യഥാർത്ഥത്തിൽ എന്താണ്? അതൊരു കുടുക്കുണ്ടാക്കുകയാണ്, പ്രലോഭിതരാക്കുകയാണ് നിങ്ങളെ. ദൈവം ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്ന ഒരു ഡിമാൻഡിനകത്ത് ദൈവത്തെ നിർത്തുമ്പോൾ ദൈവത്തെ പരീക്ഷിക്കുക എന്നൊരു തിന്മയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്, യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണോ ചെയ്യുന്നത്? വചനത്തെ സമഗ്രാർത്ഥത്തിൽ യേശുവായി തിരിച്ചറിയുകയും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും യേശുവിൽ പ്രത്യാശ വയ്ക്കുകയും അവനിലാണെന്ന ബോധ്യത്തോടെ ജീവിതം നയിക്കുകയും ചെയ്യുകയാണ് വിശ്വാസ ജീവിതം. ഇത് പറയുമ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാം, ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടായക വരാം. കാരണം ഒന്ന്, നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ലോ, തഴങ്ങിക്കൊണ്ടിരിക്കുക, ഈ ലോട്ടറി എന്തെങ്കിലും അടിക്കും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് വിഷമം തോന്നും, പിന്നെ അടിക്കില്ലേ, അതുകൊണ്ട് ഇയാൾ പറഞ്ഞ ശരിയല്ല. വേറൊരു ആളുകളുണ്ട്, ഇത് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്, നന്നായിട്ട് ബിസിനസ്സാണ്, നല്ല കച്ചവടമാണ്. അങ്ങനെ കച്ചവടം നടത്തിയ ആളുകളൊക്കെ ഇപ്പൊ നമുക്ക് കാണാമല്ലോ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് വിശ്വാസ വഴിയിൽ നിന്ന് സമ്പാദിക്കുന്നത്. അതുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങാം, റിസോർട്ടുകൾ പണിയാം, ധ്യാന കേന്ദ്രങ്ങൾ പണിയാം. ഈ നിലയ്ക്ക് നമ്മൾ ഭൗതികതയാണ് വളർത്തുന്നത്, ആത്മീയതയല്ല. ഇനി കർത്താവിനെ തിരിച്ചറിയുന്നവരൊക്കെ നിസ്വരായി ജീവിക്കണമെന്ന് ആധുനിക കാലത്ത് പറയരുത്, അതൊന്നും പ്രയോഗത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അധ്വാനിക്കൂ, പണിയെടുക്കൂ, പണിയെടുത്ത് പണം ഉണ്ടാക്കൂ, എന്നിട്ടത് പങ്കുവെക്കൂ എന്ന് പറയുന്ന യഥാർത്ഥ സുവിശേഷം നഷ്ടപ്പെട്ടു പോകും. ദൈവം നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യവും കഴിവും അവസരമൊക്കെ ഉപയോഗിച്ച് അധ്വാനിച്ച് മറ്റുള്ളവരെ ഊട്ടി അവർക്ക് വേണ്ടി ജീവിച്ച് നമ്മെ തന്നെ നഷ്ടപ്പെടുത്തി സ്വർഗം അവകാശമാക്കാമെന്ന യാഥാർത്ഥ്യം ഭൗതികതയിൽ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയണം നമ്മുടെ ജീവിതം കൊണ്ട്. അത് കഴിയാതെ പോയാൽ തികച്ചും അബദ്ധമെന്നേ പറയാൻ കഴിയൂ. അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ തിരിച്ചറിയാൻ പറ്റണം. വിശ്വാസ വഴിയിലേക്ക് തിരികെ നടക്കണം. വചനത്തെ സമഗ്രാർത്ഥത്തിൽ മനസ്സിലാക്കണം. തെറ്റായ ധാരണകളിൽ നിന്ന് വിമോചിതരാകണം. ആത്മീയ വഴി എന്ന് പറയുന്നത് ഇങ്ങനെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനത്തിന്റെ ആന്തരികാർത്ഥത്തെ മനസ്സിലാക്കി ആ വചനാനുസൃതം ജീവിതം നയിച്ച് ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തെ മുറിച്ചെടുത്ത് വിളമ്പുന്ന ഇത്തരം ഏർപ്പാടുകളോട് നമ്മൾ നോ പറയണം. കർത്താവ് നമ്മോട് പറഞ്ഞത് ഇത് നിന്നെ ശാസിക്കാനും തെറ്റിതിരുത്താനും പ്രബോധിപ്പിക്കാനും നീതിയിൽ പരിശീലിപ്പിക്കാനുമാണെന്നാണ്. ആ മാർഗത്തിലേക്ക് തിരിയാൻ നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതം. അപ്പൊ ഏവരെയും ഹൃദയപൂർവ്വം വചനം ഇപ്രകാരം ധ്യാനിക്കാനും സ്വീകരിക്കാനും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളുമെല്ലാം വീഡിയോയ്ക്ക് കീഴെ കമന്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമന്റ് ചെയ്യുക. നമുക്ക് സംവാദത്തിലായിരിക്കാം, പരസ്പരം സംസാരിക്കാം. ദൈവവചനം മൂടി വെക്കേണ്ട ഒരു കാര്യമല്ല, തുറന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. പറഞ്ഞതിലെ പോരായ്മകളുണ്ടെങ്കിൽ അവയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഏവർക്കും സ്വാഗതം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.